കഴിഞ്ഞ 10 വർഷക്കാലം ഒരുപാട് യാതനകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് നിങ്ങൾ NGO അസോസിയേഷന്റെ കൊടി കീഴിൽ അണിനിരന്നത്. വളരെ ക്രൂരമായി രാഷ്ട്രീയമായി ജീവനക്കാരോട് ഇതുപോലെ പെരുമാറിയ ഒരു കാലഘട്ടം കഴിഞ്ഞ 10 വർഷം പോലെ ഉണ്ടായിട്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, വാചകത്തിൽ പറയുന്നു, അതൊന്നും മറക്കില്ല. അനാവശ്യമായ കാരണങ്ങളാൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് പരിഹാരം ഉണ്ടാക്കും. അതിന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ഗവൺമെന്റ് പെരുമാറും. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി ഉൾപ്പെട്ടാണ്. എല്ലാ വകുപ്പിലും ന്യായം ചെയ്യും. അന്യായം ചെയ്ത സ്ഥലത്ത് ന്യായം ചെയ്ത് പരിഹരിക്കും. അതാണ് നിലപാട്. അതിലൊരു വ്യത്യാസമില്ല. അതിലെന്തെങ്കിലും കുഴപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അസോസിയേഷന്റെ ഭാരവാഹികളെ ഏൽപ്പിക്കുന്നു, അത് ഞങ്ങളെ അറിയിക്കണം. ഇതൊരു വലിയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഈ വലിയ വിജയത്തിലേക്ക് എത്തിച്ചതിന് നിങ്ങൾക്കും വലിയ പങ്കുണ്ട്, ഒരു സംശയമില്ല. അതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ 1 വർഷം മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ്. നേരത്തെ ഇവിടെ ജാഫർ പറഞ്ഞ കാര്യം, മറ്റ് സംഘടനകളിൽപ്പെട്ട ആളുകളോട് ശത്രുക്കളെ പോലെ പെരുമാറണ്ട, ഇടയ്ക്കൊന്ന് കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ മനസ്സിലായില്ലേ കാര്യം എന്താന്ന്? അവരിൽ ഭൂരിഭാഗം പേരും നമുക്കാണ് വോട്ട് ചെയ്തത്. നേതൃത്വത്തിലിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ പല ഗുണവും ഉണ്ടാവും. അവരല്ല, സാധാരണക്കാരായ പല കാരണങ്ങൾ കൊണ്ട് ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരും നമ്മുടെ സംഘടനയിലായ ശരിയാവില്ലല്ലോ. ഓരോ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് അവരോടൊക്കെ നമുക്ക് ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. നമ്മളെ ദ്രോഹിക്കുമ്പോഴാണ് നമുക്ക് വിരോധം ഉണ്ടാവുന്നത്. ആ വിരോധം നമുക്ക് പെട്ടെന്ന് മാറ്റി കളയാനും പറ്റില്ല, കുറച്ചുണ്ടാവും അവിടെ. പക്ഷേ ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം നമുക്ക് വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്? നമ്മൾ ന്യായം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അവരന്യായം ചെയ്തു എന്നുള്ള ധാരണ അവരുടെ മനസ്സിലാണ്. അപ്പൊ ആ പ്രതീക്ഷയെ നമുക്ക് തല്ലിക്കിടത്താൻ പറ്റില്ല. പറ്റുമോ? ന്യായം ചെയ്യണം. ജാഫർ എന്നെ കൊണ്ട് ഒരു കുരുക്കിലാക്കി ഇവിടെ പ്രഖ്യാപിക്കണമെന്ന്, പക്ഷെ ഞാനതിൽ വീഴില്ല. കാരണം ബജറ്റ് പ്രഖ്യാപിക്കാൻ പോവാണ് 19-ാം തീയതി. ബജറ്റിലെ രഹസ്യങ്ങൾ വന്നൊരു പൊതുയോധി പറയാമോ? ഒറ്റ വാചകം പറയാം. ബജറ്റിൽ നിങ്ങൾക്കായിട്ടുള്ള ചില വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് തീർക്കല്ല, പക്ഷെ അതിനൊരു സിഗ്നൽ ഉണ്ടാവും. എന്താണ് അപ്രോച്ച് എന്ന്? എന്താണ് നമ്മുടെ സമീപനം എന്നതിനൊരു അപ്രോച്ച്, അതിന്റെ സിഗ്നൽ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കൊടുക്കും. അതുവരെ കാത്തിരിക്കുക. നമുക്ക് എഫിഷ്യൻസിയാണ് വേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊരു പുതിയ കാലമാണ്. നേരത്തെ ചെയ്തതിനെ കുറ്റപ്പെടുത്തി അതിന്റെ പുറകെ നടന്നവരെ വേട്ടയാടുകയോ അതിന്റെ പുറകെ നടക്കുകയല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി ഒരു പുതിയ കേരളം ഉണ്ടാക്കുക എന്നതാണ്. എല്ലാ ഏരിയയിലും അതിന് മുൻഗണനാക്രമങ്ങളുണ്ട്. മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 2 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നമ്മൾ കഠിനാധ്വാനം നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് നമ്മുടേത്.